സന്തോഷ് മാധവൻ ഇന്നെവിടെ കൽത്തുറങ്കിൽ ഒരു സ്വാമിയാണോ അന്വേഷിച്ച് ചെന്നപ്പോ ഭദ്രാനന്ദൻ ഗിദ്രാനന്ദൻ എന്ന് പറഞ്ഞ് കിടക്കുകയല്ലയോ. എന്നെ ഞാനാക്കി മാറ്റിയത് വളരെ പവർഫുൾ ആയിട്ടുള്ള ധീരായുള്ള ശത്രുക്കളാണ്. അവരില്ലെങ്കിൽ തോക്കുസ്വാമി ആവില്ലായിരുന്നു. അയാൾ എത്രയോ സ്ത്രീകളോട് മോശമായിട്ട് പെരുമാറി. അതിനുശേഷം ഇവിടെ ആ ശ്വേതാമേനോന്റെ വിഷയത്തിൽ അവരോട് ഇതായിട്ട് പെരുമാറി. ഇയാൾ ആര്? നാട്ടുരാജാവ്. ആ ചേച്ചി എൻ്റെ അടുത്ത് ഇയാളുടെ അസ്കിതയെ പറ്റി പറഞ്ഞു. ഇയാൾ വലിയ ശല്യമായിട്ട് വേണ്ടാത്ത ചേച്ചി പറഞ്ഞു എനിക്ക് എണ്ണ കൊടുക്കണമെന്ന് പറഞ്ഞു. ചേച്ചി ആദ്യമായിട്ട് പറഞ്ഞൊരു കാര്യമാണ്. ഞാൻ പറഞ്ഞു തൂക്കാന്ന് പറഞ്ഞു. എന്താ കുഴപ്പം? സിദ്ധിക്കുന്ന അവന് പൊട്ടിക്കാന്ന് പറഞ്ഞാൽ പൊട്ടിക്കും. നമ്മുടെ വീട്ടിൽ കയറി തൊണ്ടിത്തരം കാണിച്ചു കഴിഞ്ഞാൽ കുട്ടികൾ പലരും കാരിയേഴ്സായി മാറുന്ന പ്രശ്നമുണ്ട് ഈ ലഹരിയായിട്ട് ബന്ധപ്പെട്ട്. അപ്പൊ അതിന്റെ ഒരു എക്സ്റ്റൻഷനാണ് ഇപ്പൊ കേരളത്തിൽ നടക്കുന്നത്. ഇപ്പൊ ബാംഗ്ലൂർ ഒരു 5 വർഷം മുമ്പ് നടന്നത് എന്താണോ അതാണ് ഇപ്പൊ കേരളത്തിൽ നടക്കുന്നത്. അദ്ദേഹം ആ സ്ഥാനത്ത് അത് ചെയ്തില്ലെങ്കിൽ നാളെ രമേശ് ചെന്നിത്തല റീപ്ലേസ് ആവും. ഇതുപോലുള്ള പിള്ളേർ അവിടെ വന്നിരിക്കും. സീരിയസ്ലി ഇരുത്തും. ഇഷ്യൂല് പറയുന്നത് ഒരു ആലങ്കാരികമായ ഒരു ആത്മീയ ഇടതുപക്ഷം സ്ഥാപിക്കപ്പെട്ടു എന്നാണ് പലരും പറയുന്നത്. ഇടതുപക്ഷത്തിന് വേറൊരു കാര്യം പറയട്ടെ. ഞാൻ എന്നാ പറഞ്ഞത് അല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരെ അല്ലെങ്കിൽ ഞാൻ ഈഴവന്റെ പാർട്ടിയാണൊന്ന് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം. ബേസിക്കലി ഈഴവന്മാരാണ് അതിലേറ്റവും കൂടുതൽ. അതിൽ ഈഴവരെന്ന് പറഞ്ഞാൽ ആ ഈഴവരാണ് ഇന്ന് നമ്മൾ കൺവേർട്ടായി പോയ മുസ്ലിങ്ങളെ നമ്മളിവിടെ കാണുന്നത്. അത്രയും മാത്രം ഉപദ്രവങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങേക്കറിയോ, മാറുമറയ്ക്കാൻ പറ്റാത്ത ഒരു കാലം ഇവിടെ ഉണ്ടായിരുന്നു. മുസ്ലിങ്ങളായി മാറിപ്പോയ ബഹുഭൂരിപക്ഷം ആൾക്കാർക്ക് മാന്യത ആഗ്രഹിച്ചവരായിരുന്നു. അവർക്ക് മാനമായിട്ട് ജീവിക്കാൻ ഈ ജാതിയുടെയും മതത്തിന്റെയും പേര് പറഞ്ഞ ഈ വെറി അന്നുണ്ടായിരുന്ന ഇന്നുമുണ്ട്. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ പുതിയൊരു സംഘടന രൂപീകരിച്ച യുണൈറ്റഡ് ബ്ലാക്ക് അലയൻസ്. ഇന്നത്തെ ന്യൂജനും അനുഭവിക്കുന്ന പ്രശ്നങ്ങളാണ്. ഇന്ന് നമുക്ക് ഇതിനകത്ത് മതവും ജാതിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പേര് തന്നെ നമ്മൾ ഫിക്സ് ചെയ്തത്. ഡാർക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡാർക്ക് ഉടുപ്പിട്ട് നമ്മൾ പ്രതിഷേധിക്കും. അതിന്റെ ഒബ്ജക്ട്സ് എന്ന് പറയുന്നത് മതത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും അതുപോലെ നിറത്തിന്റെയും പേരിൽ ആരൊക്കെ അടിമപ്പെട്ടിട്ടുണ്ടോ, ആരൊക്കെ അടിമപ്പെടുന്നുണ്ടോ അവർക്ക് നമ്മളൊരു സപ്പോർട്ടായിട്ടുണ്ടാവും. അവരതിൽ നിന്ന് മോചിപ്പിച്ചു കൊണ്ടുവരുന്നു. പിന്നെ വിമൻ എംപവർമെന്റും ബാക്കിയുള്ള സാധനങ്ങൾ വേറെയുണ്ട്. അതുപോലെ തന്നെ ഡൗട്ടഡ് ആയിട്ടുള്ള കുട്ടികളെ ഡെവലപ്പ് ചെയ്യുന്ന ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുന്നത്, അങ്ങനെ കുറെ സംഭവങ്ങളുണ്ട്. പിന്നെ കൂടുതലും ഇതിന്റെ മെയിൻ ഫോക്കസ് എന്ന് പറഞ്ഞാൽ ആരൊക്കെയാണോ അടിമപ്പെടുന്നത് അവരെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഭഗവത് കർമ്മ എന്ന് പറയുന്ന വേറൊരു വിങ് നമുക്കുണ്ട്. അതിലും ഭഗവത് എന്ന് പറയുന്ന ഡിവൈൻ, കർമ്മ എന്ന് പറയുന്നത് ആക്ഷൻ. അവിടെയും റിലീജിയൻ ഞാൻ തൊടിയിപ്പിച്ചിട്ടില്ല. കാരണം റിലീജിയൻ ഈസ് ഡാർക്ക് ആൻഡ് റിലീജിയസ് പീപ്പിൾ ആർ ബ്ലൈൻഡ് എന്ന് വിശ്വസിക്കുന്ന ആളാണ്. അപ്പൊ ഇരുട്ടിനെ ആർക്കും കുറ്റം പറയാൻ പറ്റില്ല. മതം ഒരു ഇരുട്ടായിട്ട് മാറിയിരിക്കുകയാണ്. നമ്മൾ അതിലേക്ക് പോകണ്ട, അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിന് പോട്ടെ. അപ്പം ഇതിൽ നമുക്ക് വ്യക്തിത്വ വികസനം നമുക്ക് കൊണ്ടുവരണം. ആൾക്കാർക്ക് നല്ല ഹെൽത്ത് കൊണ്ടുവരണം. ഇപ്പം പൂക്കി മന്ത്രി ബെക്കാടിയുടെ കാര്യമൊക്കെ പറഞ്ഞ് കള്ളു കൊടുക്കും. എനിക്ക് ഞാൻ അതിന് സംസാരിച്ചപ്പോൾ ഞാൻ പോയി കള്ളു കൊടുത്തിട്ട് എല്ലാവരെയും എൻ്റെ കരളയെന്ന് പറഞ്ഞു കിടക്കുന്ന സ്റ്റൈലാണ് പൂക്കിക്ക്. അതായത് നമ്മുടെ സതീശൻജി അങ്ങനെ ചെയ്യുമ്പോൾ അദ്ദേഹം മദ്യം കൊടുക്കുകയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഞാൻ ഇപ്പം തന്നെ ഓൾറെഡി അലോട്ട് ചെയ്ത് കഴിഞ്ഞു. മീൻസ് അതിൻ്റെ ഇതിൻ്റെ അലോട്ട്മെന്റ് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്ത് അതിൻ്റെ അനൗൺസ്മെന്റും ചെയ്ത് കഴിഞ്ഞു. ഞാൻ കരൾ സംരക്ഷിക്കാനുള്ള പരിപാടിയിലാണ് ഞാൻ ചെയ്യുന്നത്. അദ്ദേഹം മദ്യം കൊടുത്ത് കരള് നശിപ്പിക്കട്ടെ, ഞാൻ കരളെ സംബന്ധിച്ചു. അപ്പൊ എങ്ങനെ കരള് ഇതാകും? ഞാനൊരു വലിയൊരു ഗ്രൂപ്പുമായിട്ട് ഇന്ററാക്ട് ചെയ്തു. ശാന്തിഗിരി ആശ്രമം അത് മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. അതിന്റെ പേറ്റന്റ് എന്ന് പറയുന്നത് ഹോൾഡ് ചെയ്യുന്നത് ഒരു ഇന്റർനാഷണൽ കമ്പനിയാണ്. അത് കീഴാനെല്ലിയുടെ എക്സ്ട്രാക്റ്റ് ആണ്. കോൺഗ്രസ്സുകാരൊക്കെ എത്തിയല്ലോ, നമസ്കാരം. മുഖ്യമന്ത്രിയെ പറ്റി പറഞ്ഞപ്പോ എത്തി. അതാണ് അവരുടെ പ്രത്യേകത. ഈ കീഴാനെല്ലിയുടെ ഈ സാധനത്തിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾക്ക് നോൺ ആൽക്കഹോളിക് ആയിട്ടുള്ളവർക്കും ഈ ലിവർ സിറോസിസും ഫാറ്റി ലിവറും ഉണ്ടാവും. അപ്പൊ ഈ കഴിക്കുന്ന ഭക്ഷണമെല്ലാം പെസ്റ്റിസൈഡ്സും ഫെർട്ടിലൈസേഴ്സും കൊണ്ടുണ്ടാക്കുന്ന കൂടുതൽ ഇതുകൊണ്ട് ഈ എന്ത് ഭക്ഷണമാണ് ഇതെല്ലാം ലിവറാണ് കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ ഇദ്ദേഹം വീര്യം കുറഞ്ഞതും വീര്യം കൂടിയതുമായിട്ടുള്ള മദ്യം കൂടെ കൊടുക്കുമ്പോൾ അതിന് അതിൻ്റെതായ ബുദ്ധിമുട്ട് വരും. അപ്പൊ ഈ ടാബ്ലറ്റ് ഞാൻ കഴിക്കുന്നുണ്ട്, ഗോപാലേട്ടൻ കഴിക്കുന്നുണ്ട്. ഗോപാലേട്ടൻ തന്നെ പറയുന്നത് ഞാൻ കഴിക്കുന്നതാണ്, നിങ്ങൾ എല്ലായിടത്തും പറയാം, എൻ്റെ സ്റ്റാഫുകളടുത്ത് ഇവിടത്തൊക്കെ നിങ്ങൾ ഇത് കൊടുക്കണമെന്ന് പറയും. പക്ഷെ നമുക്ക് പ്രൊഡക്ഷൻ പറ്റുന്നില്ല. കാരണം വളരെ കുറച്ചേ നമുക്ക് പറ്റുന്നുള്ളൂ ഈ സാധനം. അപ്പൊ ഈ സാധനം നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ബിഫോർ ഫുഡ് ആൻഡ് ആഫ്റ്റർ ഫുഡ് ഒരു ടാബ്ലറ്റ് കഴിച്ചാൽ നമ്മുടെ ലിവർ പ്രൊട്ടക്ട് ചെയ്യും. അതുപോലെ നമ്മൾ കട്ട് ചെയ്യേണ്ട കുറെ സാധനങ്ങൾ ലൈഫിൽ
ഈ ഓറ ലൈഫ് ചെയ്യുമ്പോൾ ഷുഗർ, ആ. അതുപോലെ തന്നെ നമ്മൾ ചില മീറ്റുകൾ ഫിഷ് കഴിച്ചോളൂ, പക്ഷെ റെഡ് മീറ്റ് കഴിക്കാതിരിക്കുക. അതുപോലെ തന്നെ ഈ KFC ചിക്കൻ ഇങ്ങനത്തെ സാധനങ്ങൾ കഴിക്കാതിരിക്കുക. ഇങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ആൾക്ക് നല്ല ഫുഡ് കൾട്ടിവേറ്റ് ചെയ്യാനുള്ള ഒരു സ്പേസ്. ഇതൊക്കെയാണ് നമ്മളുടെ ഇപ്പൊ തന്നെ നമ്മൾ 15 ലക്ഷം മരം കർണാടകയിൽ വരുന്ന 27 നമ്മുടെ ടീം ഇത് കൊടുക്കുകയാണ്. അവിടെ പ്ലാന്റ് ചെയ്യാണ്. അതായത് ഇതിന്റെ കെയർ ഓഫിലാണോ, അതായത് ബ്ലാക്ക് അലയൻസിന്റെ കെയർ ഓഫിലാണോ? ബ്ലാക്ക് വേറെയാണ്, എല്ലാം ഓരോരോ ഇതാണല്ലോ. ഓക്കെ. ഇപ്പം ലോ ആൻഡ് ഓർഡർ ചെയ്യുന്ന ഒരു സാധനമാണ് പോലീസ്, വിജിലൻസ് ഇപ്പോഴത്തെ, സ്പെഷ്യൽ ബ്രാഞ്ച് വേറെ. അതുപോലെ നമ്മളുടെ ഒരു ഇതിനകത്ത് പല ഗ്രൂപ്പുകളുണ്ട്. അപ്പൊ ഓരോന്ന് വരുന്നതാണോ അത് ചെയ്യേണ്ടത്. അപ്പം ഇതില് നമ്മളുടെ എല്ലാവരുടെയും ഒരു കൂട്ടായ്മ കൊണ്ടേ നമുക്ക് നാട് നന്നാക്കാൻ പറ്റുള്ളൂ. ഒരിക്കലും ഒറ്റയ്ക്ക് ഈ നാട് നന്നാക്കാനൊന്നും ആർക്കും പറ്റില്ല. തീർച്ചയായും. അപ്പം ചിലവർ നമ്മുടെ തോട്ട്സുമായിട്ട് ചേർന്നവർ നമ്മുടെ കൂടെ ഉണ്ടാവും, ഇതിനെ എതിർക്കുന്നവരും ഉണ്ടാവും. അവരും വേണമല്ലോ. അവരെതിർത്താലേ നമുക്കൊരു രസമുള്ളൂ. ബൂസ്റ്റേഴ്സ് ഉണ്ടാവും. അങ്ങ് ചോദിച്ച പോലെ ഈ ശത്രുക്കളുടെ കാര്യം പറയുന്നത്, എനിക്ക് എൻ്റെ കുറച്ച് മിത്രങ്ങളെക്കാളും എന്നെ ഞാനാക്കി മാറ്റിയത് വളരെ പവർഫുൾ ആയിട്ടുള്ള ധീരായിട്ടുള്ള ശത്രുക്കളാണ്. അവരില്ലെങ്കിൽ തോക്കുസ്വാമി ആവില്ലായിരുന്നു. എനിക്ക് അതാ ഇഷ്ടം. ഈ കഴിഞ്ഞ ഇന്റർവ്യൂവിൽ ഒരു സാധനം പറഞ്ഞു, സിദ്ദിഖിന്റെ മണി കൊടുത്തേക്കാം. നടൻ സിദ്ദിഖിന്റെ ഒരു മെൻഷനിങ് എന്താണ് വിഷയം? അത് വിഷയം ലൂസിഫർ സിനിമ കണ്ടിട്ടുണ്ടോ? അതിൽ സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ പെൺ വേർഷൻ എങ്ങനെ ഇരിക്കും സാധനം? എൻ്റെ ഒരു ചേച്ചിയാ. ആ ചേച്ചി എൻ്റെ അടുത്ത് ഇയാളുടെ അസ്കിതയെ പറ്റി പറഞ്ഞു. ഇയാൾ വലിയ ശല്യമായിട്ട് വേണ്ടാത്ത ചേച്ചി പറഞ്ഞു എനിക്ക് എണ്ണ കൊടുക്കണമെന്ന് പറഞ്ഞു. ചേച്ചി ആദ്യമായിട്ട് പറഞ്ഞൊരു കാര്യമാണ്. ഞാൻ പറഞ്ഞു തൂക്കാന്ന് പറഞ്ഞു. എന്താ കുഴപ്പം? സിദ്ദിഖ് അവനെ പൊട്ടിക്കാന്ന് പറഞ്ഞാൽ പൊട്ടിക്കും. നമ്മുടെ വീട്ടിൽ കയറി തൊണ്ടിത്തരം കാണിച്ചു കഴിഞ്ഞാൽ തീർന്നോ? അല്ല, ഇത് മെസ്സേജ് കൊടുത്തു. കാരണം എന്ന് വെച്ചാൽ എന്റെ വീട്ടിൽ കയറി മറ്റേ ഈ അരി വെക്കുന്ന അടുപ്പുണ്ടല്ലോ, അത് അരി വെച്ച് തിളപ്പിക്കാനും ഇതുമാക്കാം. അതിൽ കയറി അപ്പിയുടെ ഇരുന്ന് കഴിഞ്ഞുണ്ടല്ലോ ത്രിമൂർത്തികൾ വരെ വെന്തു പോകും. മൂട് പൊള്ളി. അത് തന്നെ. അതുകൊണ്ട് എൻ്റെ കുടുംബത്തിൽ കയറി പിന്നെ നമ്മൾ ഈ പറയുന്ന പോലെ ഇതായിട്ടിരിക്കേണ്ട ആവശ്യം എന്താ? നമ്മൾ ആരടുത്തും കയറി വേണ്ടാതെ ഇഷ്യൂ ഉണ്ടാക്കുന്ന ആളല്ല. നമ്മളടുത്ത് ഇഷ്യൂ ഉണ്ടാക്കാൻ വന്നു കഴിഞ്ഞാൽ അതിനവിടെ ഒരു ഫൈനൽ നമ്മളൊരു ലൈൻ ഇടണം. അയാൾ എത്രയോ സ്ത്രീകളോട് മോശമായിട്ട് പെരുമാറി, അതിനുശേഷം ഇവിടെ ആ ശ്വേതാമേനോന്റെ വിഷയത്തിൽ അവരോട് ഇതായിട്ട് പെരുമാറി. ഇയാൾ ആര്? നാട്ടുരാജാവോ? വെള്ളയും ഇട്ടിട്ട് മനസ്സ് കംപ്ലീറ്റ് കറുത്ത് കുഷ്ഠവുമായിട്ട് അയാളോട് എനിക്ക് ഒറ്റ വാക്കേ പറയാനുള്ളൂ, അഹങ്കാരത്തെക്കാളും വലിയ ഒരു ശത്രുവില്ല, കാമത്തെക്കാളും വലിയൊരു രോഗമില്ല. അതിനൊരു ട്രീറ്റ്മെന്റ് വേണം. ആൻഡ് ഇനി ഏതെങ്കിലും പെണ്ണുങ്ങളോട് മോശം പറഞ്ഞാൽ, പണ്ടൊരു നാരങ്ങ ഞെക്കിയുണ്ട്, കണ്ടിട്ടുണ്ടോ? നാരങ്ങ മുറിച്ച് നാരങ്ങ ഞെക്കണ അതുപോലെ ഇയാളുടെ 2 ഉണ്ടയെടുത്ത് ഞെക്കിക്കളെ പിള്ളേര്. അത് ചെയ്യുമെന്ന് പറഞ്ഞ ഭദ്രാനന്ദ് ചെയ്യും. പാസ് ചെയ്ത മെസ്സേജ് ഇതും ഒരു പാസിംഗ് ആണല്ലോ. ഇതിലൂടെ എത്തിക്കട്ടെ. ഇവരൊന്നും വിളിച്ച് ഇത് നമ്മൾ പബ്ലിക്കായിട്ടാണ് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു, ചെയ്യാൻ കഴിയുന്നത് ചെയ്യും. എന്തൊക്കെയാണ് ഞാൻ ചെയ്ത് കൂട്ടിയിട്ടുള്ളതെന്നും അറിയിക്കേണ്ടവരെ മാത്രം അറിയിച്ചാൽ മതി. എൻ്റെ കുടുംബത്തിലോ അല്ലെങ്കിൽ എനിക്ക് വേണ്ടപ്പെട്ട് ഞാൻ പ്രശ്നം ഉണ്ടാക്കിയിട്ടുള്ളത് ഈ സ്ത്രീകളുടെ ഇഷ്യൂമായി. എൻ്റെ അമ്മ ആക്രമിക്കുക വന്നപ്പോൾ ഞാൻ പ്രതികരിച്ചു കൊടുത്തു. അത് 6 മരണത്തിൽ ചെന്നതെത്തി. സുൽത്താൻ ജയിൽ, ബാംഗ്ലൂരിൽ നമ്മൾ എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളത് ഇദ്ദേഹം നമ്മുടെ ഗംഗാശങ്കർ പ്രകാശ്, ഭാവി ഒരു കോൺഗ്രസിന്റെ MLA ആവാനുള്ള എല്ലാ യോഗ്യതയുമുള്ള ഒരു കോൺഗ്രസ്സുകാരനാണ്. ഇടത്തേക്കയ്യനാണ്, ഭയങ്കര ബുദ്ധിയാണ്. യുക്തിപരമായിട്ട് മാത്രമേ ഇദ്ദേഹം കാര്യങ്ങൾ ചെയ്യുള്ളൂ. കാലങ്ങളായിട്ട് എൻ്റെ കൂടെ ഒരു നിഴൽ പോലെയുള്ള, എൻ്റെ അമ്മയുടെ വയറ്റിൽ ജനിച്ചില്ലെന്നേ ഉള്ളൂ, പക്ഷെ എൻ്റെ അമ്മയുടെ മകൻ തന്നെയാണ്. ഇവൻ അന്ന് ആവേശം സിനിമ എന്നെ കൊണ്ട് കാണിപ്പിച്ചത് ഇവനാണ്. ഇവൻ എന്താ ചെയ്തതെന്ന് ഇവൻ്റെ അടുത്ത് തന്നെ ചോദിക്കും. എന്താ പറഞ്ഞത്? ഇവനിട്ട് തന്ന പേരെനിക്ക് അതിന് ശേഷം ചിരിക്കണ്ട. സ്വാമി കർണാടകയിൽ സെറ്റിൽഡ് ആയതിനു ശേഷം ഇപ്പോ ഏതാണ്ട് 10 വർഷത്തിലേറെ ആയിട്ട് അദ്ദേഹം ബാംഗ്ലൂരാണല്ലോ സെറ്റിൽഡ് ആയിട്ട് അറിയാനുണ്ട്. അപ്പോൾ ആ കാലഘട്ടം തൊട്ട് അപ്പോൾ പോലീസ് ഡിപ്പാർട്ട്മെന്റിലാണെങ്കിലും അല്ലാന്നുണ്ടെങ്കിൽ മറ്റ് ഡിപ്പാർട്ട്മെന്റ്സിലൊക്കെ ആണെങ്കിലും ഗവൺമെന്റിനെ ഇടപെടുത്തിക്കൊണ്ട് ചെയ്യിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ, ഇപ്പൊ ഡ്രഗ്സിന്റെ കാര്യങ്ങൾ ഇല്ലാന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ കണ്ടു കുറെ പേരെ കുടിയൊഴിപ്പിക്കുന്ന ഇഷ്യൂസ് കണ്ടു. അത് വലിയ ട്രോളൊക്കെ ആയിട്ട് വന്നു.
അപ്പൊ അതുപോലെയുള്ള ഇഷ്യൂസിൽ ഫണ്ടമെന്റൽ ആയിട്ടുള്ള ആളുകളുടെ ജീവൽ പ്രശ്നങ്ങളിൽ സ്വാമി വളരെ വലിയ രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ പലരും നമ്മുടെ സുഹൃത്തുക്കളും ഒത്തിരി ആളുകൾ സ്വാമിയുടെ തിരിച്ച് വീണ്ടും കേരളത്തിലേക്ക് വന്ന് സെറ്റിൽ ആകാൻ പറയുന്നത്. പക്ഷെ എന്താണെന്ന് വെച്ചാൽ കർണാടകയിലെ ജനങ്ങൾ സ്വാമിയെ തിരിച്ചു വിടാത്ത ഒരു സാഹചര്യം കൂടി അവിടെ ഉണ്ട്. പിന്നെ ഇവിടെ നിന്ന് നമ്മുടെ മലയാളികളായിട്ടുള്ള യുവാക്കൾ ഒരുപാട് പേര് അവിടെ നമുക്കറിയാം വർഷങ്ങളായിട്ട് അവിടെ പഠിക്കാൻ അല്ലെങ്കിൽ ജോലിയുടെ കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ അവിടെ വരുന്ന ആളുകൾ അവിടുത്തെ ഒരു അടിസ്ഥാന സൗകര്യങ്ങൾ അല്ലെങ്കിൽ അവിടെ ഇപ്പോൾ സ്വാമി തമാശയായിട്ട് പറയും അവിടെ പട്ടിണി കിടക്കണമെങ്കിൽ പോലും ഡെയിലി 5000 രൂപ ഉണ്ടാക്കിയിട്ട് കിടക്കുന്ന സാഹചര്യം. അപ്പോ അങ്ങനെ ഇപ്പൊ അവിടെ ചെറിയ മുറികളിൽ താമസിക്കുമ്പോൾ പോലും ഡെയിലി കൊടുക്കേണ്ട വാടക തന്നെ ഭീമമായിട്ടുള്ളതാണ്. അപ്പൊ കുട്ടികൾക്ക് അത് പറ്റാതെ വരുമ്പോൾ അവർ ഇല്ലീഗൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് അവർ ഫോഴ്സ്ഫുള്ളി അങ്ങനെ ആകുക. ഇപ്പോ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടു അന്തർ സംസ്ഥാന ബസ്സുകൾ ചെക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ കുട്ടികൾ പലരും കാരിയേഴ്സായി മാറുന്ന പ്രശ്നമുണ്ട് ഈ ലഹരിയായിട്ട് ബന്ധപ്പെട്ട്. അപ്പൊ അതിന്റെ ഒരു എക്സ്റ്റൻഷൻ ആണ് ഇപ്പൊ കേരളത്തിൽ നടക്കുന്നത്. ഇപ്പൊ ബാംഗ്ലൂർ ഒരു 5 വർഷം മുമ്പ് നടന്നത് എന്താണോ അതാണ് ഇപ്പൊ കേരളത്തിൽ നടക്കുന്നത്. അപ്പം ഇപ്പൊ കേരളം എന്നോ അല്ലെങ്കിൽ ബാംഗ്ലൂർ എന്നോ ഇതിന് ഹബ്ബില്ലാതെ മാറി. കേരളം ഇതിന്റെ ഒരു ക്യാപിറ്റലായി മാറി. അപ്പൊ സ്വാമി ഇവിടെ വന്ന് ലഹരിക്കെതിരെ പറയുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിനെ അഡ്രസ്സ് ചെയ്യുന്നതിന്റെ കാരണം ഇതിന്റെ ഒരു വലിയ വിപത്ത് എന്താണെന്നുള്ളത് അദ്ദേഹം നേരിട്ട് കാണുകയും ഇപ്പൊ അവിടെയാണെങ്കിൽ ഇപ്പൊ DCP അദ്ദേഹത്തിന്റെ വളരെ അടുത്ത ഒരു ഡിവോട്ടി കൂടിയാണ്. അപ്പൊ ബാംഗ്ലൂർ DCP ആയിരുന്നു അദ്ദേഹം. അതുപോലെ പോലീസ് ഫോഴ്സിലുള്ള ആളുകളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴും നമ്മൾ സിനിമയിൽ മാത്രം കണ്ടിട്ടുള്ള രീതിയിലുള്ള ഒരുപാട് പച്ചയായിട്ടുള്ള യാഥാർത്ഥ്യങ്ങൾ കണ്ടതിന്റെ പുറത്ത് അല്ലെങ്കിൽ അതുപോലുള്ള ഇൻഫർമേഷൻ സോൾഡ് ആയിട്ട് കിട്ടുന്നത് കൂടി കൊണ്ടാണ് സ്വാമി അതിന്റെ ഒരു എക്സ്റ്റൻഷൻ കേരളത്തിൽ ഇത് ആവർത്തിക്കരുതെന്നുള്ളൊരു നിലപാടിലേക്ക് ആക്ഷൻസ് നടക്കുന്നു. പിന്നെ കൃത്യമായിട്ട് സ്വാമിക്ക് അത് ഇപ്പൊ റിവീൽ ചെയ്യാൻ പറ്റത്തില്ല. കൃത്യമായിട്ടുള്ള സോഴ്സുകളിൽ നിന്ന് നമുക്ക് ഇൻഫർമേഷൻസ് കിട്ടുന്നുണ്ട്. ഇപ്പൊ പോലീസിൽ ഇപ്പൊ നമുക്കും ഓപ്പറേഷൻ തൂഫാൻ രമേശ് ചെന്നിത്തലയുടെ അപ്പൊ അതിന്റെ ഭാഗമായിട്ടും നമുക്ക് സർക്കാരിന്റെ ആ ഒരു അതിന് ജാതി മത രാഷ്ട്രീയ വ്യത്യാസമൊന്നുമില്ല. അപ്പൊ അതിൽ സപ്പോർട്ട് ചെയ്യാവുന്ന എല്ലാ ഇൻഫർമേഷൻസും സോളിഡ് ആയിട്ടുള്ള വളരെ വാല്യുബിൾ ഇൻഫർമേഷൻസ് ഒക്കെ സ്വാമി കൊടുക്കുന്നുണ്ട്. അങ്ങനെയും കൂടി കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിനൊക്കെ ശ്രാവണിയോടെ പിടിക്കണമെന്ന് പറയുന്നുണ്ട്. അത് ഇതിപ്പോ ഇതുപോലെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരുന്ന ആളാണ് രമേശ് ചെന്നിത്തല ഒരു കാലത്ത്. ഇന്ന് അദ്ദേഹം നിങ്ങളുടെ ഹോം മിനിസ്റ്ററാണ്. ഇതിനേക്കാളും നല്ല രീതിയിൽ നമ്മൾ വളരെ അത്രയും ഹൃദയം കൊണ്ട് കളിച്ചുകൊണ്ടിരുന്നവരുന്നുണ്ട്. അദ്ദേഹം കോൺഗ്രസ്സുകാരനാണ്. എനിക്ക് പാർട്ടിയൊന്നുമില്ല. അദ്ദേഹം ആ സ്ഥാനത്ത് അത് ചെയ്തില്ലെങ്കിൽ നാളെ രമേശ് ചെന്നിത്തല റീപ്ലേസ് ആവും. ഇതുപോലുള്ള പിള്ളേർ അവിടെ വന്നിരിക്കും. സീരിയസ്ലി ഇരുത്തും. മെയ് 17 ഞാൻ VS-നോട് പറഞ്ഞു, നിങ്ങൾ മെയ് 17 എന്നെ കള്ളസ്വാമിയാണെന്ന് പറഞ്ഞ് സന്തോഷ് മാധവൻ ഇന്നെവിടെ കൽത്തുറങ്കിൽ ഒരു സ്വാമിയാണോ അന്വേഷിച്ച് ചെന്നപ്പോ ഭദ്രാനന്ദൻ ഗിദ്രാനന്ദൻ എന്ന് പറഞ്ഞ് കിടക്കുമല്ലയോ. ഇങ്ങനെ പറഞ്ഞ് VS-നോട് ഞാൻ പറഞ്ഞു, അടുത്ത ഇതേ ഒരു മെയ് 17 നിങ്ങൾ ആ കസാരയിലിരിക്കില്ല എന്ന് പറഞ്ഞു. അത് എൻ്റെ സഹോദരൻ ആ കസാരയിൽ വരികയും ചെയ്യുമെന്ന് പറഞ്ഞു കൊടുക്കും. ആരായിരുന്നു വന്നത്? മെയ് 17 അദ്ദേഹം അവിടുന്ന് പോകുന്നു. മെയ് 18 ഉമ്മൻചാണ്ടി CM ആവും. കിട്ടുന്നില്ല. കാരണം ഈ പണിയൊക്കെ ചെയ്തത് നമ്മളാണല്ലോ. അതിന് 8ന്റെ പണി എല്ലാം മെയ് 17 ആയിട്ട്. അതിനുശേഷമാണ് കൊച്ചിയിൽ 8ന്റെ പണി എന്നുള്ളൊരു ടേം വന്ന്.